ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളെ നാട്ടിലാക്കി വിദേശത്തേക്ക് പോകുന്ന അച്ഛനമ്മമാർ. മേ ബി അവർക്ക് ഗുഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും അവരുടെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇത് പല കുട്ടികളിലും പിന്നീട് ഈ പാരൻസും ഈ കുട്ടിയും തമ്മിലുള്ളൊരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ കണക്ഷൻ അതവിടെ ഇല്ലാണ്ടാവുകയാണ്. അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പാരൻസിനെ പറ്റിയും കൂടി ആലോചിക്കണം. ഒരുപാട് ക്ലയൻസ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം എന്താ പറയുക, പുറത്ത് ജീവിക്കുന്ന സിറ്റുവേഷൻസ് പലർക്കും പലതാണ്. എല്ലാവരും വെൽ സെറ്റിൽഡ് ആയിട്ടൊന്നും അല്ല പുറത്ത് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയുള്ള ലോണും പല കാര്യങ്ങളും ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അതിൻ്റെ ഇടയിൽ കൂടെ മാരേജ് ഉണ്ടാവും, കുട്ടി ഉണ്ടാവുന്നു, പ്രഗ്നൻസി, അതിൻ്റെ ഇടയിൽ അവിടെ പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ടാവും. വല്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെയാണ് പുറത്തുകൂടെ പഠിക്കാൻ പോകുന്നതും പഠിച്ചിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഈവൻ കരിയർ ഷിഫ്റ്റ് ചെയ്ത് സ്വിച്ച് ചെയ്ത് വേറെ എന്തൊക്കെയോ കോഴ്സിന് ജോയിൻ ചെയ്ത് വല്ലാത്ത അവസ്ഥയാണ്. അപ്പം ചില സിറ്റുവേഷൻസിൽ കുട്ടികളെ അപ്പം നോക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തൊക്കെ ആക്കി പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പം അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഗിൽറ്റ് ഫീൽ ചെയ്യിക്കുന്നത് പോലെയാവും. ആസ് എ പാരൻറ്റ് ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന്, മനസ്സിലായോ? അപ്പോൾ വേറെ വഴിയില്ലെങ്കിൽ കുട്ടിക്കൊരു സേഫ് പേഴ്സൺ ആ ഒരു പ്രായത്തിൽ വേണം എന്നുള്ളത് കൊണ്ട് ഗ്രാൻഡ് പാരൻസിനെയോ അല്ലെങ്കിൽ ഇമോഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു അഡൾട്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നോക്കാനും കൂടെ വിടുന്നതിൽ തെറ്റില്ല. ഇനി ഇതിൻ്റെയൊക്കെ മുന്നേ ഈ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് ആലോചന വരേണ്ടത്, കുട്ടികളെ ഉണ്ടാക്കിയ ശേഷമല്ല. മനസ്സിലുണ്ടോ? പല സൊസൈറ്റിയിൽ പ്രഷറോ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറോ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറോ കാരണം ഈ പ്രായമാകുമ്പോഴത്തേക്കും കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ ഈ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല ഏരിയയിലും കോൺവെർസേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ പ്രഗ്നൻസിയുടെ ഏജിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ കുട്ടികളുടെ സ്പേം ക്വാളിറ്റി, എഗ് ക്വാളിറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ പല രീതിയിൽ പല ആളുകളെ ആൻഷ്യസ് ആക്കുന്നതും കൂടി ഉണ്ട്. ഇൻഫർമേഷൻ മാത്രമായിട്ടല്ല എടുക്കുന്നത്, അതൊരു എന്താ ചെയ്യാന്നുള്ളൊരു ഫിയർ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറത്തൊക്കെ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് പറയും. അപ്പൊ രണ്ടുപേരും റെസ്പോൺസിബിൾ ആവാൻ റെഡി ആവണമെന്നില്ല, അവൈലബിൾ ആവാൻ റെഡി ആവണമെന്നില്ല, അവരുടെ ഇടയിലുള്ള ഇമോഷൻസും ഫൈറ്റും തന്നെ സെറ്റിൽഡ് ആയിട്ടുണ്ടാവണമെന്നില്ല. പലപ്പോഴും കല്യാണം കഴിഞ്ഞ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ കുട്ടിനാക്കി വെച്ചിട്ട് നമുക്ക് ഒരു ടാസ്ക് പോലെയൊക്കെയാണ് കാണുന്നത്.